അതിനോട് കൊറോളറി ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് രണ്ടും എടുക്കാം. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനോട് റിലേറ്റഡ് കൊറോളറി അല്ലെങ്കിൽ പോലും വേറൊരു സബ്ജക്ട് എടുക്കുക, എനിക്ക് കീൻ ഇൻട്രസ്റ്റ് ഈ സബ്ജക്റ്റ് ഉണ്ട്. ബൈ വേർച്യൂ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്, പക്ഷേ എന്തുകൊണ്ട് എനിക്ക് എഡിറ്റിംഗ് പഠിച്ചുകൂടാ? രണ്ട് തമ്മിൽ റിലേഷൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുമ്പോൾ മലയാള സാഹിത്യം പഠിക്കുന്നുണ്ടാകും. അത് കൊറോളറി സബ്ജക്റ്റാണ്, ഇത് കൊറോളറി. പക്ഷേ ഈവൻ നിങ്ങൾക്ക് പഠിക്കാം ബിക്കോസ് യു കീൻ ഇൻട്രസ്റ്റ് ആ സബ്ജക്റ്റാണ്. അതിലേക്ക് എക്സലൻസ് ഉണ്ടാക്കിയെടുക്കണം, അതിലൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ കരിയർ ബിൽഡപ്പ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ സ്മാർട്ട് എഡ് പ്രത്യേകിച്ചും വീഡിയോ എഡിറ്റിംഗ്, IT റിലേറ്റഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഈവൻ ദെൻ FCP നിൽക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലേക്കാണ്. FCP നിങ്ങളുടെ ഹോബിന്ന് ഔട്ട്സൈഡ് അല്ല, പക്ഷെ ഇപ്പോൾ ഒരു എൻട്രി ലെവൽ FCP അല്ല നിങ്ങൾക്ക് ആവശ്യം. എഡ്യൂസ് തന്നെയാണ്, അതിൻ്റെ പ്രീമിയം ഒന്നുമല്ല, എഡ്യൂസ് തന്നെയാണ്. എഡ്യൂസിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഒരു എഡിറ്റർ എന്നുള്ള നിങ്ങളുടെ ഫസ്റ്റ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോ പോകുമ്പോൾ അവിടെ FCP ഉണ്ട്, എങ്കിൽ പോലും അവിടെ എഡ്യൂസ് ഉണ്ടായി. നിങ്ങൾ ആദ്യം എഡ്യൂസ് തന്നെയാണ് കേട്ടത്. സർ എനിക്ക് FCP അറിയാമെന്ന് പറഞ്ഞോളൂ, കോൾ സ്മാർട്ട് എഡ് 1 month അല്ലെങ്കിൽ 1 week. If you are smart, really smart, ഒരു എക്സ്ട്രാ ഹവേഴ്സ് 1 week ഞങ്ങൾ FCP Pro ആക്കി തരാം. FCP Pro ആക്കി തരാം. അതായത് FC Pro ആണ് സോഫ്റ്റ്വെയർ, അതിൽ നിങ്ങൾ പ്രോ ആക്കി തരാം. പ്രൊഫഷണൽ ആക്കി തരാം. ഫൈനൽ കട്ട് പ്രോ, മാക്കിൻ്റെ ആപ്പിൾ. ഓക്കെ, ഒരു ഡ്രോബാക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കോസ്റ്റ്ലിയാണ്. റൈറ്റ്, 20,000 ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് റെഡി ആയിട്ട് നിങ്ങൾ എഡിറ്റർ ആവും. മറ്റൊരു 1 lakh ഇൻവെസ്റ്റ്മെന്റ് അതിൽ തന്നെ വേണം സിസ്റ്റത്തിൽ. ഓക്കെ, അതിന് ബെനിഫിറ്റ് ഇല്ലാന്ന് നമ്മൾ പറയുന്നത്, നമുക്ക് പറയുന്നത് FCPയിൽ ഒരുപാട് സാധനം നിങ്ങൾ പഠിപ്പിച്ചു, ഓരോന്നോരോന്ന് പഠിച്ചു. പക്ഷേ എഡ്യൂസ് പലപ്പോഴും നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ FCP പഠിക്കാൻ ഞങ്ങൾ വന്നോളുന്നില്ല. കാരണം അത് മറ്റു പഠിച്ചാൽ സ്മാർട്ട് സൈക്കിൾ ഉണ്ടാക്കിയിട്ടാണ്. ഒന്ന്, രണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വരേണ്ട ചില ആവശ്യങ്ങൾ വരും, ഞങ്ങൾ വരികയില്ല ചെയ്യും. അതിൽ ഒരുപാട് എക്സ്ട്രാ പ്രൊഫഷണൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എഡ്യൂസിൽ ഞങ്ങൾ ഓരോന്നോരോന്നും തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, സാധാരണ ഇവിടെയൊക്കെ കളിക്കുന്ന എഡ്യൂസും ഞങ്ങൾ കളിക്കുന്ന എഡ്യൂസും തമ്മിൽ വ്യത്യാസമാണ്. 1 by 1 നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡോസ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. വാട്ട് യു ഹാവ് ഡൺ, ഹൗ യു ഹാവ് അച്ചീവ്ഡ്, സൗണ്ടിലായാലും സ്പെഷ്യൽ എഫക്ട്സിലായാലും ഇൻക്ലൂഡിങ് ഒരു ആനിമേഷൻ ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കുറേ ആനിമേഷൻസ് ആണ്. ഒരു പ്രൊഫഷണൽ ആനിമേറ്റർ വിളിച്ച് ഒരു ഫയൽ ഉണ്ടാക്കി അത് കോപ്പി ചെയ്ത് ആഡ് ചെയ്യുകയും ചെയ്യും, രണ്ടും ചെയ്യും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് എഡിറ്റിംഗ് എവറിഥിങ് എക്സലൻ്റ്ലി അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് തുടങ്ങും. ഓക്കെ, ഞങ്ങളിതൊരു സെമിനാർ മാത്രമാണ്. എന്താണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ളതെന്നത് ആക്ച്വലി കാണിച്ചു തരാൻ മാത്രമേ ഒന്നും നിങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ചു തരുന്നു. ഓക്കെ, എങ്കിലും എൻ്റെ തന്നെ ആക്ച്വലി നമ്മൾ പഠിക്കണം, ഒരു പ്രൊഫഷണൽ എത്താണ് പഠിക്കണമെങ്കിൽ. ഓക്കെ, കാണുന്നില്ല, വായിക്കാൻ പറ്റും. സംഭവം സിമ്പിളാണ്. എന്താണ് എഡിറ്റിംഗ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നെ പറഞ്ഞു എന്താണ് ആക്ച്വലി എഡിറ്റിംഗ്. ഒരു സാധനം എൻ്റെ അമ്മ കാപ്പി ഉണ്ടാക്കി, ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കി. അപ്പം അമ്മയ്ക്കറിയാം ഒരു സ്പൂൺ ഇത്ര ഉണ്ടെന്ന്, ഗ്രാമം ചോദിച്ചാൽ അമ്മയ്ക്കറിയാം. കോഫിയിൽ എത്ര കഫീൻ ഉണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയ്ക്കറിയാം. പക്ഷെ എൻ്റെ അമ്മയ്ക്കറിയാം ഓരോന്നറിയാം. അത് അവർ കറിയെന്ന് വെച്ചു എങ്ങനെ കുറയ്ക്കാം. കാപ്പിപ്പൊടിയിൽ പാത്രത്തിൽ എത്ര കാപ്പി ഉണ്ടെന്ന് ആ സ്പൂൺ എത്ര താഴ്ത്തുന്ന അമ്മയ്ക്ക് വഴിപ്പാനാണ്. അതെടുത്ത് ബോയിൽ ചെയ്തു. അത് ഏത് സമയത്ത് അമ്മ വെള്ളം വെച്ചിട്ട് സ്റ്റോവ് ഉണ്ടെങ്കിൽ അപ്പുറം പോയിട്ട് വരുമ്പോഴത്തേക്ക് ബോയിലായി നമുക്കറിയാം. അതെടുത്തു അങ്ങനെ പെർഫെക്റ്റ് കാപ്പി സിപ്പ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ എല്ലാവരും ഇതാണ് എഡിറ്റിംഗ്. നിങ്ങൾ ചെയ്യുന്ന ഇതല്ലോ. നിങ്ങൾക്കറിയാം ഒരു സീൻ കണ്ടു, ആ സീനിൽ നിങ്ങൾക്കറിയാം കാതൽ എവിടെയുണ്ട്, വെള്ള എവിടെയുണ്ട്. വെള്ളം നിങ്ങൾ ചെത്തുന്നു, കാതൽ മിനുക്കുന്നു. ഈ മിനുക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകും. ഈ കാതൽ മിനുക്കിയാണെങ്കിൽ അതിനോട് അടുത്ത കാതൽ മിനുക്കിയത് ചേർക്കുന്നു. അവിടെ ഇടയാണെന്ന് മരുന്ന് വേറെ, അവിടെ എങ്ങനെ ആ മരുന്ന് ഇടും. ഇങ്ങനെ ഇത് നേരത്തെ പറഞ്ഞ കണ്ടിന്യൂറ്റി, പറഞ്ഞ കണ്ടിന്യൂറ്റി. ശബ്ദത്തിലേക്ക് പോലും ഈവൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലേക്ക് പോലും ഒരു ഉഗ്രൻ വിഷ്വൽ ട്രീറ്റ് നിൽക്കുന്നുണ്ടാകും. എഫിഷ്യൻറ്റ് ആ മാത്രം പഠിക്കണം. അപ്പോൾ എഡിറ്റിംഗ് എന്നാൽ വേറെ നിങ്ങൾ സ്കൂൾ പഠിപ്പിക്കാൻ കൊണ്ടുവന്നില്ല, നിങ്ങൾ പ്രൊഫഷണൽസ് ആണ്. എന്നാലും ഒരു ഡെഫിനിഷൻ പറയാനുള്ള എല്ലാ പഠിപ്പിക്കുന്ന പ്രവർത്തനം. അതിനാൽ ഞാൻ പറയുന്നത് എഡിറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് പ്രിപ്പയറിംഗ് റിട്ടൺ എഡിറ്റിംഗ്, ടെക്സ്റ്റ് എഡിറ്റിംഗ്, വിഷ്വൽ മീഡിയ. നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്, അത് ചെയ്യുകയും ചെയ്യും. നേരത്തെ ഒരു ടെക്സ്റ്റിൻ്റെ വീഡിയോ എടുത്തു. ഓക്കെ,
visual, audible, audio, ഇതെല്ലാം വരുന്നു and film media. Okay? Use to convey information. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളെ നല്ല സുന്ദരി പെൺകുട്ടികളെ കണ്ടാൽ നമുക്ക് തോന്നും പ്രാപിച്ചുകളെ ഒറ്റക്കണക്കിന്റെ ഇപ്പം ഞാൻ ശരിയാക്കുന്ന എനിക്ക് തോന്നുന്നു ഉറപ്പാണ്. പക്ഷെ എൻ്റെ സമൂഹത്തിൻ്റെ ചിന്തയിൽ ചെയ്യാൻ പാടില്ല കുട്ടികളുടെ എന്നുള്ള ചിന്തയോട് നമ്മൾ ഈ കാണുന്ന പെൺകുട്ടികളൊന്നും റേപ്പ് ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ബസ്സിൽ എനിക്ക് നല്ല ഇഷ്ടം തോന്നുകയും എനിക്ക് ലിംഗോദാനം ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും ഞാനത് ചെയ്യുന്നില്ല. കാരണം എനിക്കറിയാം സൊസൈറ്റി ആരും അറിയാതെ ഒന്നും ചെയ്യാതെ പോയി. ഓക്കെ റൈറ്റ്. ഈ ഒരു ബോധം കൺവേ ചെയ്യാൻ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്ത് കൺവേ ചെയ്യാം. ഈ റേപ്പിന്റെ അതിപ്രസരം ഉണ്ടായപ്പോൾ റേപ്പ് ചെയ്യുന്നതൊന്നും നമ്മൾക്കുള്ള മാന്യന്മാരല്ല, നമ്മുടെ സൊസൈറ്റിപ്പെട്ടവരല്ല. പക്ഷെ എങ്കിൽ പോലും അവൻ ചെയ്തു, അവൻ ചെന്നപ്പോൾ ഞാൻ ചെയ്യാൻ ആർക്കെങ്കിലും തോന്നിപ്പോയല്ലോ എന്നുള്ള ആ തോന്നൽ ഇല്ലാതാക്കാൻ ഈ കാണിച്ച വീഡിയോ സ്ട്രോങ് ആണ്, പവർഫുൾ, സംശയം അല്ലേ? നിങ്ങൾക്ക് ചെയ്യില്ല. എനിക്ക് നമ്മൾ ബേസിക്കലി നമുക്ക് റേപ്പ് ചെയ്യാനോ സെക്സ് ഉണ്ടാവാനുള്ള നാച്ചുറൽ ടെൻഡൻസി അല്ലേ? ഒരു സംശയമില്ല, ഒരു സംശയം. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മനുഷ്യർ നല്ല ഡ്രസ്സുകൾ കൈകെട്ടും കോപ്പറേറ്റ് സൊസൈറ്റിക്ക് പറ്റിയ രീതിയിൽ ജീവിച്ചു. ഇങ്ങനെ ഈ ഒരു രീതിയിൽ വളരാൻ ഈ ഒരു വീഡിയോ ഒരു മെസ്സേജ് അതാണ് പറഞ്ഞത്. ഇറ്റ് ഹാസ് ടു കൺവേ ഇൻഫർമേഷൻ. എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ പിക്ചർ എടുത്തു, അതിലൊരു പാട്ടുണ്ടോ, രമണന്റെ ഒരു പാട്ടുണ്ടോ, റെഡി ആയാലും ടീച്ചറാവും, അത്രയേ ഉള്ളൂ എഡിറ്റിംഗ്. പക്ഷേ ഈ എക്സലൻസ് വരണമെങ്കിൽ നിങ്ങൾ തല പുകഞ്ഞാലോചിച്ച് ഓരോ ഐഡിയയും എവിടെയുണ്ട് അതിന് ആ ഐഡിയ നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ഒരു സ്വപ്നം നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് വൈസ് ടെക്നോളജി വൈസ് അത് എങ്ങനെ ഇഫക്റ്റിൽ വരുത്തുന്നത് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുക തന്നെ ചെയ്യും. അത് സംശയമില്ല. ഓക്കെ, ഞങ്ങൾക്കറിയാത്ത ഓപ്ഷൻ ഞങ്ങൾ മുങ്ങി തപ്പി എന്ന് എടുത്തിരിക്കുന്നു. ഞങ്ങളത് വെറും ചോദിച്ചാണ്. ഓക്കെ, എല്ലാം ഞങ്ങൾക്ക് അറിയുന്നു, നമ്മൾ വളർന്നു, ഞങ്ങൾക്ക് പലത് അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാം. വെറുതെ ഭംഗിയോട് പറയുന്നു അറിയില്ല എങ്കിൽ പോലും സാർ ഇത് സാറിന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനുള്ള ഞാനും പോകണം, അതെനിക്ക് തോന്നില്ല. എനിക്ക് വിവരമില്ലെന്ന് പറയാൻ സഹിക്കില്ല, അത് സംശയമില്ല. പക്ഷെ എനിക്ക് വിവരം അതില്ലാന്ന് എനിക്ക് അറിയാവുന്ന. പക്ഷെ നിങ്ങൾ പറയുന്ന ആവശ്യമില്ല. അപ്പൊ ഞാൻ തപ്പി പിടിച്ചിരിക്കും, ഞാനോ ദിവ്യകുമാർ തപ്പി പിടിച്ചിരിക്കും, ഞങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. സോ ദ ബെസ്റ്റ് ടീച്ചേഴ്സ് യു കൻ എക്സ്പെക്ട് ഇൻ ദിസ് വേൾഡ് ഞങ്ങളാണ് തെളിയിക്കാനായിട്ട് ആണോ അല്ലെങ്കിൽ നെക്സ്റ്റ്. ഓക്കെ, പക്ഷെ ഞങ്ങൾ ആണോ ഞങ്ങൾക്ക് തുറയുണ്ട്. ബിക്കോസ് ഞങ്ങൾക്ക് പോയിട്ട് പുറത്തു പറയാൻ, ഞങ്ങൾ അതിനെ പുറത്തു പറയാം. ഞങ്ങൾ നിങ്ങളായിരുന്നു നിങ്ങളുടെ വിദ്യാർത്ഥികളോട് തന്നെ. നിങ്ങളൊരു പ്രൊഫഷണൽ ആവുകയെ ഞങ്ങൾ ഈ പറഞ്ഞൊരു കാര്യമുള്ളൂ. അപ്പൊ ഞങ്ങൾ അത് ഉറപ്പാണ്. ഓക്കെ, യോർ പീസ് ഓഫ് വർക്ക് വിൽ കൺവേ ആൻ ഇൻഫർമേഷൻ സ്ട്രോങ്ലി. അത് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചത്. ഓക്കെ, അധികം കുറേ ടെക്നോളജി ഒന്നും പറഞ്ഞില്ല, അതുപോലെ തന്നെ നെറ്റൊന്നും ഫെയിലിയർ ആയിപ്പോയി. ഞങ്ങൾ നല്ല വീഡിയോസ് കാണിക്കും. എനിവേ വിൽ ബി കണ്ടിന്യൂയിങ് ദിസ്, വിൽ ഷോ യു. അപ്പോൾ what is editing? Editing is a process. It can involve correction. നിങ്ങൾ ഒരു സാധനത്തിൽ വന്ന് ഒരു നല്ല സിനിമാറ്റോഗ്രാഫർ ഉണ്ടാക്കി കൊണ്ടുവന്ന എല്ലാ ചവറും അതേപോലെ വാങ്ങാൻ ചെയ്യും. ഓക്കെ, എല്ലാ ചവറും ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോ ഫയൽസും അതുപോലെ നിങ്ങൾ വാങ്ങുകയും എന്നിട്ട് അതിൽ മുഴുവൻ നിങ്ങൾ കാണുകയും അയാളുടെ സ്വപ്നം പഠിക്കുകയും അയാൾ എന്തോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചു ആ സ്വപ്നത്തിനെ പിന്നെ കൺവേ ചെയ്യുന്നത് നിങ്ങളാണ്. അതിന് പറ്റിയ സാധനം നമ്മൾ ഇതിന് പറ്റിയ വീഡിയോ എഴുതുന്നത് ടോപ്പ് ബ്രാൻഡിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം ചെറിയ കാര്യത്തിലൂടെ വരികയായിരുന്നു. നെക്സ്റ്റ് ടൈം. ഓക്കെ, സോ കറക്ഷൻ, കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ പറയാം, നിങ്ങൾ അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കപ്പ് ഇയാൾ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇതിൽ കാണിച്ചു. കപ്പ് എടുക്കുന്നതിൽ ഒരു സെക്കൻഡിൽ അവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിങ്ങനെ ബ്ലറായിട്ട് ഒരു സെക്കൻഡ് അവിടെ ഇങ്ങനെ കാണുന്നു. അത് അനാവശ്യമായിട്ടൊരു സീനാണ്. അത് 2 സെക്കൻഡ് ടിക് ടിക് അടിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കട്ട് ചെയ്യേണ്ട സ്ഥലം എവിടെയെന്ന് കണ്ടുപിടിക്കും. കട്ട് ചെയ്തു എന്നവിടെ തോന്നാത്ത രീതിയിൽ ആ സാധനം മുറിച്ചൊഴിവാക്കും. ക്യാൻസറസ് ഒരു പരിധി കഴിഞ്ഞ ഡോക്ടർമാർ ട്രീറ്റ് ചെയ്യല്ലേ, ക്യാൻസറസ് ആണ് മുറിച്ചൊഴിവാക്കും. അതിന് ആംപ്യൂട്ടേഷൻ അവിടെ ഇവിടെ നമ്മൾ ഈ ആംപ്യൂട്ടേഷൻ ഇത് ഏർപ്പെട്ട് എങ്ങനെ മുറിച്ചാലും മുറിച്ചത് അറിയില്ല. അത് മുറിച്ചാലും എന്തായാലും പ്രോസസ്സിൽ വെച്ചില്ലെങ്കിൽ നോക്കണം, പ്രോസസ്സിൽ വെച്ചാൽ കുറച്ച് നോക്കണം, അങ്ങനെ. പക്ഷെ നിങ്ങൾ ഒരു പ്രൊഫഷൻ മുറിച്ചാൽ ഞൊണ്ടില്ല, ഞൊണ്ടാകാതാണ്. റൈറ്റ്. സോ കണ്ടൻസേഷൻ, ഓർഗനൈസേഷൻ, മറ്റേ ആൾ സംവിധായകൻ പറഞ്ഞ